നടനും ബി.ജെ.പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയ്ക്കെതിരായ പരാതിയിൽ ജീവനക്കാരുടെ വാദങ്ങൾ പൊളിയുകയാണ്. അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റിയതിന് തെളിവുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഡിജിറ്റൽ തെളിവുകളാണ് ജീവനക്കാർക്ക് തിരിച്ചടിയായത്. ജീവനക്കാർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. നടനും ബി.ജെ.പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പണം 3 ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയതിന്റെ വിവരം മ്യൂസിയം പോലീസിന് ലഭിച്ചു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് കേസിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും വ്യക്തമായി. ആ അക്കൗണ്ടുകളെ പറ്റിയും പണം എങ്ങനെ ചിലവഴിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ അക്കൗണ്ടുകളിൽ ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ 34 ലക്ഷം രൂപ വന്നിരിക്കുന്നു. ഒരു കുട്ടിയുടെ 12. ഇവരൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡബിളിങ് വരാനും സാധ്യതയുണ്ട്. ഇത് മുഴുവൻ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ പോലീസിന് കിട്ടും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇത് വെളിയിൽ വരാൻ പറ്റും. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്ന ജീവനക്കാരുടെ മൊഴി സത്യവിരുദ്ധമാണെന്ന കണ്ടെത്തലിലെത്തിയിട്ടുണ്ട്. ജീവനക്കാർ കൃഷ്ണകുമാറിനും മക്കൾക്കുമൊപ്പം സ്വമേധയാ വാഹനത്തിൽ കയറുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതോടെ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ നൽകിയ പരാതി കൗണ്ടർ കേസായി മാത്രം കാണാനാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആലോചന. റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.